So welcome to my YouTube channel. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ടെക് റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സൗണ്ട്കോറിൻ്റെ Q20i ഹെഡ്സെറ്റ് ആണ്. ഓവർ ദ ഹിയർ ഹെഡ്ഫോൺ ആണ്, ഹെഡ്സെറ്റ് അല്ല, ഹെഡ്ഫോൺ ആണ്. ഇത് പ്യുവർ ബേസ് ലവേഴ്സിനുള്ളതാണ്. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ചെവി നല്ല രീതിക്ക് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൗണ്ട്കോറിൻ്റെ തന്നെ ആപ്പുണ്ട്. അതിൽ നമുക്ക് ബേസ് റെഡ്യൂസർ എന്നൊരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനൊരു കട്ട ബേസ് ലവർ ആയതുകൊണ്ട് ഞാൻ ഫുൾ സൗണ്ട് ഇട്ടാണ് കേൾക്കുന്നത്. ചെവി അടിച്ചു പോലും കുഴപ്പമില്ല. 40 hours ഓഫ് ANC പ്ലേ ബാക്ക് ടൈമാണ് ഇത് പറയുന്നത്. നല്ല രീതിക്ക് ചാർജ് നിൽക്കും. ഞാൻ ഇത് വാങ്ങിച്ചതിന് ശേഷം ഒരു 10 ദിവസത്തിൽ കൂടുതലായി ഇതിൻ്റെ ഫസ്റ്റ് ചാർജ് ഞാൻ ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ബോക്സിൻ്റെ ഉള്ളിൽ ഹെഡ്ഫോൺസ് വരുന്നത്. ഞാനിവിടെ മേടിച്ചത് ബേജ് കളറാണ്. ഇതിൻ്റെ ഒരുപാട് കളർ വേരിയൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓഡിയോ ജാക്ക് കണക്ടറുണ്ട്. ബ്ലൂടൂത്ത് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു USB കേബിളും അവൈലബിൾ ആണ് ഫോർ ചാർജിങ്. 3 ടൈപ്പ് ഓഫ് മോഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ANC മോഡ്, ട്രാൻസ്പാരൻസി മോഡ് ആൻഡ് നോർമൽ മോഡ്. ഇതിൽ ANC മോഡ് ഈ 3500 രൂപയ്ക്ക് മേടിച്ചവർക്ക് വേർത്താണ്. പക്ഷേ 4500 4200 മേടിക്കുന്നവർക്ക് വേർത്താണെന്ന് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ മെയിനായിട്ട് ഇത് മേടിച്ചത് ബേസ് കൂടുതലുള്ളതുകൊണ്ടാണ്. എൻ്റെ ബഡ്ജറ്റിൽ ഇത്രയും കിട്ടില്ല ബേസ് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഈവൻ സോണി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഉപയോഗിച്ചാൽ പോലും എനിക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല. വലിയ ചെവിയുള്ളവർക്ക് കംഫർട്ടായിട്ടുള്ളൊരു പ്രൊവിഷനാണ് ഇവരിതിൽ കൊടുത്തിട്ടുള്ളത്. നോർമൽ കുഷനിങ് ആണ്. അപ്പോൾ 3-4 മണിക്കൂർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവർക്ക് ചെവി വേദനിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണെന്നേ ഞാൻ പറയുള്ളൂ. സ്വെറ്റ് റെസിസ്റ്റൻറ്റ് കുഷ്യൻ ആയതുകൊണ്ട് നല്ലൊരു ബേസ് പാട്ട് വിട്ട് ANC മോഡ് വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്കൗട്ട് പാട്ട് കേട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു സാധനം ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന ടൈമിന് ഇതിൻ്റെ വില 3500 ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിരുന്നതാണ്. പക്ഷേ അപ്പോഴത്തേക്കും നല്ല റിവ്യൂ വന്നിട്ട് ഇതിൻ്റെ വില 4200 പോയി. അപ്പോഴാണ് ഞാനിത് മേടിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഇരട്ടയുടെ വൈഫ് ഗിഫ്റ്റ് തന്നതാണ്. സോ ഇതിപ്പോൾ ഇതിൻ്റെ വില 4500 ആണ്. ഇനിയും കൂടാനേ ചാൻസ് ഉള്ളൂ. അമ്മാതിരി റിവ്യൂ ആണ് ഇതിന് വരുന്നത്. 5000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു നല്ല ഹെഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും സൗണ്ട്കോർ Q20i നല്ലൊരു ഓപ്ഷനാണ്. ഈ നാളെ ഇതിൻ്റെ വില എത്രയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇത് 4500 ആണ്. എനിക്ക് തോന്നുന്നു ഷസം ഇത് റിവ്യൂ ഇട്ടപ്പോൾ ഇതിൻ്റെ വില 3800 എന്തോ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടെക് റിവ്യൂ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ സൗണ്ട്കോർ എനിക്ക് ഇത് അയച്ചു തന്നതൊന്നും അല്ല. ഇത് പൈസ കൊടുത്ത് മേടിച്ചത് തന്നെയാണ്. സോ സൗണ്ട്കോർ Q20i നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഉപയോഗിച്ച് ഇത് ഇഷ്ടമുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.